ബലാത്സംഗ കേസിൽ മുൻ സർക്കാർ അഭിഭാഷകൻ പി.ജി. മനുവിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി 18 മാറ്റി. അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്ന് ഹർജിക്കാരൻ വ്യക്തമാക്കി. അന്വേഷണം പൂർത്തിയാകട്ടെയെന്ന് കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിശദാംശങ്ങൾ. രാജീവ്, എറണാകുളം സ്വദേശിനിയായ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പി.ജി. മനു നൽകിയ ജാമ്യ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഹൈക്കോടതി മുൻപാകെ പി.ജി. മനു അറിയിച്ചത് അന്വേഷണം അന്തിമഘട്ടത്തിലാണ്, അതുകൊണ്ട് തനിക്ക് ജാമ്യം നൽകണമെന്നുള്ളതായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷൻ അന്തിമഘട്ടത്തിലാണ് അന്വേഷണമെന്ന് അറിയിച്ചെങ്കിലും കോടതി പറഞ്ഞത് ഈ അന്വേഷണം പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ജാമ്യം നൽകുക, മാത്രമല്ല ഒരു അഭിഭാഷകനാണ് പ്രതി, അതുകൊണ്ട് തന്നെ പ്രാദേശിക പോലീസിന്റെ നടപടിക്രമങ്ങൾ ഏത് വിധത്തിലെന്ന് പി.ജി. മനുവിന് അറിയാൻ സാധിക്കും എന്നുള്ള ഒരു നിരീക്ഷണവും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. തുടർന്നാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷൻ, അതായത് സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഒപ്പം തന്നെ ജാമ്യ ഹർജി ഹൈക്കോടതി 18 പരിഗണിക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുള്ളതും. നിയമസഹായം തേടിയെത്തിയ യുവതിയെ ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. ഈ പരാതിന്മേൽ ചോറ്റാനിക്കര പോലീസ് കേസെടുക്കുകയും ജനുവരി 31 മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻകുരിശ് പോലീസ് മുൻപാകെ പി.ജി. മനു കീഴടങ്ങുകയുമായിരുന്നു. നേരത്തെ മജിസ്ട്രേറ്റ് സെഷൻസ് കോടതികൾ മനുവിന്റെ ജാമ്യ ഹർജികൾ തള്ളിയിരുന്നു. തുടർന്നാണ് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചത്. തനിക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രമേഹം രോഗം വർദ്ധിച്ച സാഹചര്യത്തിലാണ്, അതുകൊണ്ട് തന്നെ തനിക്ക് ജാമ്യം നൽകണം, മാത്രമല്ല ഇനിയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരേണ്ട ഒരു സാഹചര്യമില്ല, അന്വേഷണം ഏകദേശം പൂർത്തിയാകാറായി, കൂടാതെ താൻ ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കുകയും ചോദ്യം ചെയ്യലുമായിട്ട് സഹകരിക്കുകയും ചെയ്തിരുന്നു, അതുകൊണ്ട് തന്നെ ഉപാധികളുടെ അടിസ്ഥാനത്തിൽ തനിക്ക് ജാമ്യം നൽകണം എന്നുള്ള ഒരു വാദമാണ് പി.ജി. മനു ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അന്വേഷണം പൂർത്തിയാകട്ടെ എന്നുള്ളൊരു നിലപാടാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കപ്പെടട്ടെ, അതിനുശേഷം നോക്കാമെന്നുള്ളൊരു നിലപാടും ഹൈക്കോടതി സ്വീകരിക്കുകയും ചെയ്തു. എന്തായാലും ഹൈക്കോടതി പി.ജി. മനുവിന്റെ ജാമ്യ ഹർജി ഈ മാസം 18 മാറ്റിയിരിക്കുകയാണ്. രാജീവ്, രേഷ്മയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.